ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാളത്തെ ഇന്നലെ ഇട്ടായിരുന്നു, എന്നാലും കുറേ നാൾ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ട് ഇന്നിപ്പോൾ ഇടുവാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് മാത്രം പറയുക. അപ്പോൾ ഇത് നമ്മൾ ഇന്നൊരു മഴയായിരുന്നു, ഇവിടെ ഒരു തകർപ്പൻ മഴ, ഒരു ചെണ്ടമേളം എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. ഇവിടെ എന്നാന്ന് വെച്ചാൽ ആദ്യം മഴ പെയ്യും, പിന്നെ നിൽക്കും, പിന്നെ മഴ പെയ്യും, നിൽക്കും. മഴക്കാർ ഇവിടുന്ന് വിട്ട് പോകുന്നില്ല. അപ്പം ഇന്ന് സൂര്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. സൂര്യൻ മേഘത്തിനിടക്ക് കയറി വിളിച്ചെന്ന് തോന്നുന്നു കേട്ടോ. സൂര്യൻ വെക്കേഷന് അവധി എടുത്ത് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അതെ, ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ നിറച്ചും വെള്ളം വീണ് ചെളിയായിരിക്കുകയാണ്. ചെളി ഇങ്ങനെ കലക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് കാണിക്കാൻ വന്നതാണ്. ഗാർഡൻ കണ്ട് മടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ മാറ്റി പിടിക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത്. ഗാർഡൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറേ പേര്, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ നമ്മളിന്ന് ഗാർഡൻ്റെ പകുതി പണി ആയിട്ടുള്ളൂ ശരിക്കും. അപ്പോൾ അച്ചക്ക് ഇപ്പോൾ വയ്യാത്തതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ബാക്കി ചെയ്യാത്തത്. പിന്നെ ആ ഒരു കല്ലിൻ്റെ സംഭവമില്ലേ, അതിങ്ങനെ നമ്മൾ സിമെൻ്റ് ഇട്ട് അവിടെ അടച്ചു കളയാമെന്നൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇനി അച്ഛൻ എണീറ്റ് നടക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് ചെയ്യുന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ എന്നു വെച്ചാൽ അന്ന് ആ പാമ്പിനെ കണ്ട കാരണമാണ് ഇവിടെ ഒന്ന് വൃത്തിയാക്കി തന്നത് എനിക്ക്. അപ്പോൾ അവിടെ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഗാർഡൻ നിങ്ങൾ നോക്കണ്ട, മൊത്തം തകരാറായിരിക്കുകയാണ്. ഇതെനിക്ക് ഒന്നേന്ന് മുതൽ വീണ്ടും പിടിക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല പുല്ല് കയറിയതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. ഗാർഡൻ്റെ ഇവിടെ നിന്ന് നമ്മൾ അതൊക്കെ മാറ്റിയല്ലോ. അപ്പോൾ രണ്ടാമത്തെ ബോൾസിൻ്റെ തൈ എല്ലാം അവിടെ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് ഇത് അവിടെ ഒത്തിരി തൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു അഞ്ച് ബോൾസിൽ നിന്ന് നമുക്ക് ഒരു 1000 കണക്കിന് വിത്തുകളാണ് കിട്ടിയത്. വിത്തല്ല, തൈയാണ് കിട്ടിയത്. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ മണി പ്ലാന്റും ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ബന്ദീൻ്റെ തന്നെ വേറൊരു സംഭവം. അതിവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇത് വളർന്ന് ഇവിടെ ഇങ്ങനെ വലിയ പൂടുമ്പോഴത്തേക്ക് ഒരു ഗാർഡൻ പോലെയാവും. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കൊണ്ട് ചെടിയൊക്കെ വെക്കാം. പിന്നെ ഒരു പ്രശ്നം, ഇങ്ങനത്തെ ഞാനിപ്പോൾ കയറാറില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് കണ്ടോ, ഇവിടെ നിറച്ച് പൊത്തുകളാണ്. അപ്പോൾ പാമ്പ് വന്ന് കടിച്ചിട്ട് പോവില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കോവക്കയാണ്. കോവക്ക കണ്ടോ, ഇത് നമ്മുടെ കോവൽ പന്തലിടുവാണ് കേട്ടോ നമ്മളിവിടെ. ഇവിടെ ഒരു തന്നെ കിളുത്ത് വന്നത് ഇത് കണ്ടോ, ഇതാണ് എല്ലാ കോവലിൻ്റെയും തണ്ട്. ഇതാണ് ഈ ഒരു വലിയ തണ്ടിൽ നിന്നാണ് ഇതെല്ലാം കയറിയേക്കണം കണ്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കോവൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ ഇട്ടാലും കയറി വന്ന കാരണം ഞങ്ങൾ ഓർത്താണ് വെറുതെ ഇതുമേലായിരുന്നു നേരത്തെ ചുറ്റിയത്. അപ്പോൾ അതുമേ ചുറ്റിയാൽ നമുക്ക് പറിക്കാനും പറ്റില്ല. ഇത് കണ്ടോ, എൻ്റെ ചെടിയായിട്ട് മാത്രമേ ഇവൻ ചുറ്റത്തുള്ളൂ കണ്ടോ. പിന്നെ ഇവിടെ കുറേ പുല്ല് കയറിയിട്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ നിറച്ച് കാടായി. ഇവിടെ നമ്മൾ സിമെൻ്റ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയാൽ എനിക്ക് പിന്നെ ഇങ്ങോട്ട് കയറാൻ ഒരു ധൈര്യമുള്ളൂ. ഇപ്പം മഴക്കാലവും കൂടി തുടങ്ങിയേക്കണ കാരണം എനിക്ക് പേടിയാണ് ഇങ്ങോട്ട് വരാൻ. പിന്നെ ഇതൊക്കെ കണ്ടോ, നമ്മുടെ കണിക്കൊന്ന നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അടുത്ത വർഷം പൂ പറിക്കാനുള്ളതാണ്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് കെട്ടി നിർത്തിയൊക്കെ വളർത്തിയെടുക്കണം. അല്ലാടാ മര്യാദക്ക് പൂവിട്ടില്ലെങ്കിലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ അത് പൂ വിരിയാറായമേ. ഇത് കണ്ടു, ഇത് കറക്റ്റ് തെങ്ങിൻ്റെ കുറ്റിയിൽ കയറി നിന്ന് വളർന്ന്. ഞാൻ കുറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നെ. അപ്പോൾ അത് പൂടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇതെല്ലാം കംപ്ലീറ്റും ഇത് തന്നെയാണ്. എന്താണ് വാടാമല്ലി, അതാണ് മൊത്തം സംഭവം. പിന്നെ നമ്മുടെ കോവൽ കണ്ടോ, അത് ഇവിടെ ഒരു തൈയുണ്ട്. അതിന് നമ്മൾ കയറ്റി വിട്ടതേ ഇപ്പം പന്തലിച്ച് നമുക്ക് കുറേ കിട്ടാറുണ്ട്. പിന്നെ ഇത് അവിടെ ഉണ്ട് കേട്ടോ കോവൽ. അവിടുത്തെ കോവൽ നമ്മൾ നട്ടയല്ല, ഇവിടുത്തെ നട്ടയല്ലേ അമ്മ, ഇത് തന്നെ കിളുത്ത് തന്നെയാണ്. അത് നമ്മളിവിടെ കോവൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചപ്പോഴത്തേക്ക് അത് എങ്ങനെയാണെന്നും അറിയത്തില്ല, അത് തന്നെ കയറി വന്നു. അപ്പോൾ എന്തിൻ്റെയോ അവശിഷ്ടം കാരണം കയറി വന്നതാണ്. അമ്മ കയറ്റുന്നുണ്ടോ, ഇതുപോലെ നമുക്ക് കയറ്റി കൊടുക്കണം അവനെ. ഇത് കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ വള്ളി പോലെ തൂങ്ങി കിടക്കുവാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലേ. ഒരു പേരക്കുഞ്ഞ്, ഇത് ഒരു നല്ല തൈയല്ല, അതുകൊണ്ട് നമ്മൾ പറിച്ച് കളഞ്ഞാണ്. ഇനി അവിടെ കിടന്ന് കിളുക്കുമായിരുന്നെങ്കിൽ കിളുത്തോ. അപ്പോൾ ഇവിടെ കയറാൻ എനിക്ക് പേടിയാണ് ഗൈസ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഈ കുഴി, ഇത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ബ്രൂണോയിൻ്റെയും ടോമിൻ്റെയും ബക്രൂൻ്റെയും പണിയാണിത്. ഇത് കണ്ടോ അമ്മ കാണിച്ചു വെച്ചേക്കണേ, ഞാൻ കാണാറുണ്ട് ഇവിടെ വന്ന് കിടക്കണത്. പിന്നെ ഒരു തണലായതുകൊണ്ട് അവർ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് കുഴിച്ച് അവിടെയൊക്കെ ഉണ്ടോ, ഇവരാണ് ഇങ്ങനെ മാന്തി കുഴിച്ച് വെക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മണ്ണൊക്കെ ഇട്ട് നിരത്തി അതുപോലെ ആക്കണം. നമുക്ക് അങ്ങോട്ട് പോയി, ഇതൊക്കെ നമ്മുടെ ചെടി ഇവിടെ എടുത്ത് വെച്ചു.
ഇത് ചുമപ്പാവുന്ന ടൈപ്പാണ്. ഞാൻ തണലത്ത് വെച്ച് അത് പച്ചയായിട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ കൂടി കാണിച്ചില്ല അല്ലേ? ഇവിടുത്തെ കാണിച്ചിട്ട് ഞാൻ കാണിക്കുള്ളൂ. ഇതാണ് ഞങ്ങൾ വെക്കേഷന് വെച്ച ചെടികൾ. ഇത് കംപ്ലീറ്റ് ഞങ്ങൾ വെക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് വെക്കേഷന് വെക്കാനുള്ളത് അല്ലേ? ഇത് കൂടുതൽ ഞങ്ങൾ വെക്കേഷന് വെച്ച ചെടികളാണ് കേട്ടോ മൊത്തം. പിന്നെ ഗൈസ്, എൻ്റെ മാല ഇതിൽ ഒരയുന്ന കാരണം ചിലപ്പോൾ ഇടയ്ക്ക് വല്ല ഒച്ചയും വരും. അതിനെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, മാല ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സിന്തോണിയ. പിന്നെ ഇതാണ് പനിക്കൂർക്കയിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള സംഭവം എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ വെച്ച ചെടിയാണ്. നല്ല രസമുണ്ടെങ്കിൽ കാണാൻ. ഇത് കണ്ടോ, ഇങ്ങനെ പച്ചയിലൊരു വെള്ള ടൈപ്പ്. ഇതെന്തോ എല്ലായിടത്തും കാണുന്നൊരു ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെ വലുതും ചെറുതൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ കൂമ്പ് വരുന്നത് കണ്ടോ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതൊക്കെ. ഇത് കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിപ്പോയി. ഇത് കൊണ്ട് വെച്ചതേ ഉള്ളൂ. അപ്പോൾ സംഭവം ചെറുതായിട്ട് ഉഷാറായി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു തകരാറൊക്കെ ഉണ്ട്. അല്ല കുറേ, എന്നാലും ഉഷാറായി വരണ്ടേ അവർ, നമ്മളുമായിട്ടൊന്ന് ഇതാവണ്ടേ. പിന്നെ ഇതിൻ്റെ പൂവ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഈ ചെടിയുടെ പൂവ്. ഇത് വിടരത്തൊന്നും കണ്ടോ, കണ്ടോ ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ ആന്തൂരത്തിൻ്റെ പൂവ് പോലെ തന്നെയുണ്ട്. അതൊന്ന് വിടർന്നാൽ മാത്രം നമുക്ക് അറിയുള്ളൂ, വിടരുമോ എന്നറിയില്ല. ഇതല്ലേ, ഇത് കണ്ടില്ലേ? ഇത് 2 തൈയായിരുന്നു. ഞങ്ങൾ കുത്തി ഇപ്പം 3 തൈയാക്കിയിട്ടുണ്ട്. നല്ല രസമില്ല ഇത് കാണാൻ. ഇതിൻ്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ്. എന്നാലും ഞങ്ങൾ പുറത്ത് കൊണ്ട് വെക്കും. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ. ഇതും ഒരു ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ കുത്തി വെച്ചു. പിന്നെ ഇതിലൊക്കെ പൂവ് ഉണ്ടാവുമോ ഒന്നും കൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇല്ലെന്നാവുന്നു, ഏലച്ചെടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇത് വെയിലത്ത് വെക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. ഇൻഡോറായിട്ടും വെക്കായിരിക്കും. പിന്നെ നമ്മുടെ സ്നേക്ക്, ഇത് ഏറ്റവും വലിയ ഇൻഡോർ പ്ലാന്റ് ആണ്. മിക്ക വീടുകളിലും ഉണ്ട് ഈ സാധനം. അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും കൂമ്പോനുണ്ട് കണ്ടോ. ഇതൊക്കെ കണ്ടോ, വാഴച്ചെടി നല്ല രസമില്ലേ? ഇത് ഇവിടെ മറ്റേ ഒരു മഞ്ഞച്ചെടി, ഒത്തിരി ഇങ്ങനെ പൊങ്ങി ഹൈറ്റായിട്ട് നിന്നാണ് ഞങ്ങൾ വെട്ടി കുഞ്ഞാക്കി ഇപ്പം ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ നിത്യകല്യാണി ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ എല്ലാ ദിവസവും എനിക്കിപ്പോൾ എണീറ്റ് വരുമ്പോഴേ പൂ വിരിയണ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെ സൈഡിൽ വെച്ചേക്കണ കാരണം നമ്മൾ എണീറ്റിക്കാൻ വരുമ്പോഴേ ഇവിടെയൊക്കെ നിറച്ച് പൂ വിരിഞ്ഞ് നിൽക്കുന്നു. നല്ല രസം ഉണ്ടാവും. ഇത് കണ്ടോ, ഇതൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ പൂ ഇടിയിച്ചിട്ടുണ്ട് എല്ലാത്തിനും. ഇവിടെ തുളസി. പിന്നെ ഇത് നമ്മുടെ കുറേ കാലമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് നിങ്ങൾ ആരും ഓർക്കണ്ട, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെട്ടി വെച്ചിരുന്ന ഒരു ബാമ്പു ആണ്. അപ്പം അന്നാണ് അച്ചക്ക് ആയുർത് വന്ന് പറഞ്ഞ് ഞങ്ങൾ പോയല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നടാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇത് പോയോ അമ്മ? പോയിട്ട് ഇത് നട്ടാൽ കിളുക്കുമെന്ന് തോന്നുന്നല്ലേ? ഈ വർഷമാണ് നടുന്നത്. അതിൻ്റെ വീഡിയോ പറ്റുവാണ് നമ്മൾ ഇടുമെന്ന് മാത്രം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷോട്ട് എടുക്കാൻ വെച്ചതാണ്. ഇത് 21ൻ്റെ കെട്ടാണ്. ഈ ബാമ്പുവിനൊരു പ്രത്യേകത ഉള്ളത്, ഇതിന് ഇങ്ങനെ എന്നാ പറയണേ, അതിൻ്റേത് കണക്കുണ്ട്. അതിന് ഒറ്റ സംഖ്യയാണ് ഈ സംഭവം വെക്കേണ്ടത്. കണക്കുണ്ട്. ഇരട്ട സംഖ്യ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. ദോഷം അങ്ങനെ എന്തോ ഉണ്ടല്ലേ? അങ്ങനെ എന്തോ ജ്യോത്സ്യപരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക അറിയാവുന്നവർ. അപ്പോൾ ഇത് 21ൻ്റെ കെട്ടുണ്ടാവും, 11ൻ്റെ കെട്ടുണ്ടാവും, 9ൻ്റെ കെട്ടുണ്ടാവും, 1ൻ്റെ ഇല്ലേ ഒരു ബാമ്പു ഒരു കെട്ടായിട്ട് വെക്കില്ലെന്നാണ്. അല്ല, ഒരെണ്ണമായിട്ട് വെക്കത്തില്ല. അങ്ങനെ ആൾക്കാരിങ്ങനെ ഒറ്റസംഖ്യ ആണെങ്കിലും അങ്ങനെ വെക്കാറൊന്നുമില്ല. കൂടുതലും 3 വെക്കുമെന്ന് തോന്നുന്നു. 3 വെക്കില്ല. പിന്നെ വെക്കുന്നത് 9, 11, 21 അങ്ങനത്തെ സംഖ്യകളാണ്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കൂടി ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഒരു ചെടി കൊണ്ടോ കുത്തിയതാണ്. ഇതിൻ്റെ വെറൈറ്റി ഇവിടെ വേറെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെമ്പരത്തി എല്ലാം തളിരിട്ടു കേട്ടോ. ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചില്ലേ? ഇതെല്ലാം തളിരിട്ട് കഴിഞ്ഞ് ഒരെണ്ണം ഇത് 2 എണ്ണം കുത്തിയല്ലേ, ഒരെണ്ണം ഇലയിട്ടു. കണ്ടോ, ഇലയിട്ടു. ഇത് കണ്ടോ, എന്റെ ചെമ്പരത്തിലെ ഇലയിട്ട്. പോയി നോക്ക്, കണ്ടോ ചമ്മി. പിന്നെ ഇത് ഒരു മറ്റേ ചെടി. ഇത് ഞാൻ അവിടെ മര്യാദക്ക് വേര് പിടിച്ച ചെടി ഞാൻ അവിടെ നിന്ന് പറിച്ചു കൊണ്ട് ഇവിടെ വെച്ച് വേര് പിടിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഞാൻ ഒടിച്ചു കുത്തിയിട്ടോ. അതിനകത്തൊക്കെ ഒടിച്ചു കുത്തി. വെക്കേഷന് കുറച്ച് ഞാൻ പിടിപ്പിച്ചു. പിന്നെ ഇത് നമ്മുടെ ടർക്കിൽമേനാണ്. അവിടെ അവശിഷ്ടം കിടന്ന് കൊണ്ടിട്ടാണ്. ഇപ്പൊ കുറെ ആയിട്ടോ അത്. ഇതൊക്കെ 10 മണിയാണ്. ഇത് വെറൈറ്റി ആട്ടോ ഈ 2 ഗ്ലാസ് ഇരിക്കുന്നത്. റെഡും ഒരു മജന്ത ടൈപ്പാണ്. മജന്ത ഉണ്ട്, പക്ഷെ റെഡ് ഇല്ല ഞങ്ങളുടെ കയ്യിൽ. റെഡും അങ്ങനത്തെ റെഡാണുള്ളത്. നമ്മൾ ഈ റോസ ഒന്നും നമ്മൾ വെച്ചതല്ല.
ഇത് അമ്മ വെച്ചാണ്. എന്നാലും ഞാനും ഉണ്ടായിരുന്നു വെക്കാൻ നേരത്ത്. ഇത് കണ്ടില്ലേ ദേ, ഇവിടെ നമ്മൾ മറ്റേ സംഭവം അവിടെ നിന്ന് പറിച്ചു കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ പൂടുന്ന നല്ല രസമായിരിക്കുമല്ലോ. ഇത് പിടിച്ചു വന്നുകൊണ്ട് ഇത് നമ്മുടെ പിച്ചിയുടെ ഒരു വെറൈറ്റി, പിച്ചിയല്ല വേറൊരു സാധനം, പിച്ചി പോലെ തന്നെ. ഇത് നമ്മുടെ റോസ്, ഇത് അമ്മ വെച്ചാണ്. ഇത് വെക്കേഷന് വെച്ചതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ വെക്കേഷൻ വെച്ചാണ് പറിച്ചു കൊണ്ടുവന്ന്. ഇതൊക്കെ വെക്കേഷൻ വെച്ചതുണ്ടത്. റോസാപ്പൂ നോക്കൂ, ഇതൊക്കെ നീണ്ട കേട്ടോ. പിന്നെ 10 മണി ഫുള്ളും വെക്കേഷന് മുമ്പ് വെച്ചാണേലും കിളുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും കണ്ടോ, ഇവിടെ മൊത്തം നമ്മൾ ബോൾസ് വെച്ചേക്കോ, കണ്ടാ അവിടെ വരെ ഉണ്ട്. പിന്നെ അത് ഇവിടെയും ബോൾസ്. ഇതൊരു തരം ബന്ദി പോലെ തന്നെ വെറൈറ്റി സാധനമാണ്. ഇതും ബോൾസ് ആണ്. അപ്പൊ ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല, ഇത് നമുക്ക് വെക്കണം. ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. നമ്മുടെ തെങ്ങ് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ എന്താണ് ഓർക്കിഡാണ്, അപ്പുറത്ത് ഓർക്കിഡുണ്ട്. ഇതും ബോൾസ് ആണ്. ഇതും ബോൾസ് ആണ്. ബോൾസ് കുറെ ഉണ്ട് ഇപ്രാവശ്യം. ഇതൊരു തരം ചെടിയാട്ടോ, ഞങ്ങളവിടെ വെച്ച് കിളിപ്പിച്ചാണ്. ഇതിന്റെ വിത്ത് കൊണ്ടിട്ടാണ് കിളുത്ത് വന്ന്. അത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു. റോസേന്റെ കളിയാണ് ഈ വീട്ടില്. അപ്പൊ ഇതിന്റെ മുട്ട നമ്മൾ നുള്ളി ഇപ്പൊ കളയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് മുട്ടിടുന്നുണ്ട്. മിനിഞ്ഞാന്നും കൂടി നുള്ളി കളഞ്ഞേ ഉള്ളു. നുള്ളി കളയും. ഇപ്പൊ ഇതാണ് സംഭവം അല്ലേ അല്ലേ. ഇതൊരു തരം ചെടിയാണ്. ഇത് സുഗതാമ്മയുടെ തന്നെയാന്ന് തോന്നുന്നത്. ആ ഒരു തരം ചെടിയൊക്കെ ഉണ്ട്. പിന്നെ അയ്യോ, അത് മണ്ണ് ഇന്നലെ നിലത്ത് വീണ്, ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി. ഇവിടെ മണ്ണിട്ട് കൊടുക്കണം. അതെ, ഇതൊരു തരം പറഞ്ഞു വന്ന് അതല്ല, എന്റെ ഇത് പറഞ്ഞു പോയതാ ഇന്നലെ. അതല്ല, ഇന്നലെ നിലത്ത് വീണിട്ട് ഞാൻ കണ്ടിട്ട് എടുത്ത് വെച്ച. പക്ഷെ മണ്ണൊന്ന് ഇച്ചിരി കൂടി ഇടണം. അതവിടെ വെച്ചേക്ക്. ഇവിടെ വെച്ചിട്ടാണ് മറിഞ്ഞു പോയത്. അതുകൊണ്ട് നമുക്ക് താഴത്ത് വയ്ക്കാം. നമ്മുടെ ചെമ്പരത്തി 4 പൂ ഇട്ടു കേട്ടോ, വെറൈറ്റി കളർ, നല്ല ഫീല്. പിന്നെ അതേ നമ്മുടെ ബാമ്പു ഒക്കെ ഇടാൻ പോണ്ട്. ഞാനൊരു സൂത്രോടി കാണിക്കാം, എന്നിട്ട് നമ്മുടെ വീഡിയോ നിർത്താം. ഇതെല്ലാം നമ്മൾ നട്ട ബോൾസാണ്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത തലമുറ ബോൾസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊന്നും അമ്മേൻ്റെ അല്ല, ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ്. ഇത് എൻ്റെ അമ്മയുടെയും കൂടി ഉള്ളൊരു പരിപാടിയാണ്. ഇതിവിടെ നമ്മൾ മേടിച്ച് വെച്ചാണ് കേട്ടോ. ഇവിടെ ഒരു നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കോളാമ്പി ഗൈസ്. ഇത് നമ്മൾ വെച്ചിട്ട് ആദ്യമായിട്ട് ഇപ്പോഴല്ല, കുറെ നാളായിട്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോഴാണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്കിതിൻ്റെ പൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ കുറ്റിയായിട്ട് തന്നെ അമ്മ വളർത്തിയേക്കും കേട്ടോ ഇത്. പിന്നെ അതേ ഇവിടെ നമ്മുടെ ആ ഒരു മഞ്ഞ കളറിലൊരു ചെടിയുണ്ട്. അപ്പൊ ഇതുകൂടി കാണിച്ചിട്ട് ഞാൻ നിർത്തുവാണ്. കണ്ടില്ലേ, ഇവിടെ ഇത് പൂടാറായിട്ടുണ്ട് ഏകദേശം. ഓണാകുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം പൂ പറിച്ചിടാം. കൂടുതലും ഇപ്പൊ ഇലച്ചെടിയാണ് ഇവിടെ. നമുക്ക് പൂച്ചെടിയും കൂടി വെക്കണം ഇനി അടുത്ത ദിവസമൊക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ഒക്കെ ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് വെച്ചേക്കണം. ബൈ.